നമ്മുടെ വീട്ടിൽ നമുക്ക് പ്രിയപ്പെട്ട മരണപ്പെട്ടു പോയവരുടെ ഐ ഡി കാർഡുകൾ, ആധാർ കാർഡ്, പാൻ കാർഡ്, ലൈസൻസ് തുടങ്ങിയവയെല്ലാം നമ്മൾ ഒരലമാറയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും അല്ലേ? ഒരു കാലത്ത് ഈ രാജ്യത്ത് ജീവിക്കാൻ ആവശ്യമായ നിയമപരമായ ഈ ഡോക്യുമെൻറ്റ്സ് മരണശേഷം അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി എടുത്തു വയ്ക്കുക എന്നല്ലാതെ പിന്നെ എന്താണ് നമ്മൾ ചെയ്യുക? എന്നാൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളെ ഒന്ന് നടുക്കും, ഒരു പക്ഷേ നിങ്ങളെ ഭയപ്പെടുത്തും. മണ്ണടിഞ്ഞുപോയ നിങ്ങളുടെ മാതാപിതാക്കളുടെയോ ബന്ധുക്കളുടെയോ പേരിൽ നാളെ രാവിലെ നിങ്ങളുടെ വീട്ടുപടിക്കൽ ഒരു CBIയുടെയോ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയോ അറസ്റ്റ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇതിലെന്താണ് ലോജിക് എന്നാണോ? 30-ൽ കൂടുതൽ കേസുകൾ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തതായി പറയുന്നു. കേൾക്കുമ്പോൾ അവിശ്വസനീയമെന്ന് തോന്നാം, പക്ഷേ ഇന്ത്യയിലെ സൈബർ പോലീസിൻ്റെയും CBIയുടെയും ഡാറ്റാബേസുകളിൽ ഇപ്പോൾ തെളിഞ്ഞു നിൽക്കുന്നത് നമ്മളെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. നിങ്ങൾ ഓർമ്മയായി കരുതി സൂക്ഷിക്കുന്ന ആ പ്ലാസ്റ്റിക് കാർഡുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ലോകത്തിൻ്റെ ഏതോ കോണിലിരുന്ന് ഒരു വൻ അധോലോക സൈബർ സിൻഡിക്കേറ്റ് നടത്തുന്ന കോടികളുടെ വഞ്ചന. അപരിചിതമായ നമ്പറിൽ നിന്നും വിളിച്ച് നമ്മുടെ OTP ചോദിച്ചാൽ അത് പറഞ്ഞു കൊടുക്കരുത് എന്ന് ഇന്ന് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. എന്നാൽ ഈ OTP എന്ന് പറയുന്നതൊക്കെ പഴയ കാര്യമാണ്. ഇപ്പോൾ ഈ OTP ഒന്നും വേണ്ട നമ്മുടെ ബാങ്ക് അക്കൗണ്ട് അവർക്ക് കാലിയാക്കി മാറ്റാൻ. നിങ്ങളുടെ പേഴ്സിലിരിക്കുന്ന ക്രെഡിറ്റ് കാർഡ് ഒരു OTPയോ ഒരു ലിങ്കോ ഉപയോഗിക്കാതെ അതിനെ ഹൈ ലെവലിൽ ഡ്രെയിൻ ചെയ്യാൻ അവർക്ക് നന്നായിട്ട് അറിയാം. അതോടൊപ്പം മറ്റൊന്നു കൂടിയുണ്ട്, ഡിജിറ്റൽ അറസ്റ്റ്. അതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതായത് ഡിജിറ്റൽ അറസ്റ്റിൽ പെട്ടിരിക്കുന്ന ഓരോ മനുഷ്യരുടെ കയ്യിൽ നിന്നും കോടികളാണ് ഇവർ തട്ടിയെടുക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ തട്ടിയെടുക്കുന്ന കോടികൾ എങ്ങനെയാണ് ഇവർ ഡിജിറ്റലി മറയ്ക്കുന്നത്? അതിനെക്കുറിച്ചാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്. അതായത് മരണപ്പെട്ടവരുടെ ID കാർഡുകൾ നിങ്ങൾ ഇപ്പോഴും സൂക്ഷിച്ചു വെക്കുകയും ഡീആക്ടിവേറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ ആ ഐഡികൾ ഉപയോഗിച്ച് അവർ ചിലത് സൃഷ്ടിക്കുന്നുണ്ട്. കോടികളുടെ തട്ടിപ്പ് നടത്താൻ വേണ്ടി ചില ഡിജിറ്റൽ ഐഡന്റിറ്റികൾ, മരണപ്പെട്ടവരുടെ ഡിജിറ്റൽ ഐഡന്റിറ്റികൾ. മരണശേഷം ഒരു വ്യക്തിയുടെ ഭൗതിക ശരീരം നശിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത് ജീവിച്ചിരിക്കുന്ന നമുക്ക് നിയമപരമായ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. എന്നാൽ ഈ രാജ്യത്തിൻ്റെ ഡിജിറ്റൽ ഡാറ്റാബേസിൽ അവർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അവരുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, ലൈസൻസ് എന്നിവയെല്ലാം ആക്ടിവേറ്റഡുമാണ്. ഇത് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അതിനെ ഡീആക്ടിവേറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ ഡീപ്പ് വെബിലെ ചില ക്രിമിനൽസ് അതിനെ പുനർജനിപ്പിക്കുന്നു. അതോടെ നിങ്ങളുടെ പ്രിയപ്പെട്ട മരണപ്പെട്ടവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പുനർനിർമ്മിക്കപ്പെടുന്നു. അതിലൂടെ കോടിക്കണക്കിന് കള്ളപ്പണം വെളുപ്പിക്കപ്പെടുന്നു. അന്താരാഷ്ട്ര ഡ്രഗ് കാർട്ടലുകളിലേക്കും തീവ്രവാദ ഫണ്ടിങ്ങിനും ഇത്തരത്തിലുള്ള അക്കൗണ്ടുകളാണ് ഉപയോഗിക്കുന്നത്. അന്വേഷണത്തിലൂടെ ഈ അക്കൗണ്ടിൻ്റെ ഡാറ്റയും IP-യും വിലാസവും കണ്ടെത്തി ചെന്നെത്തുന്നത് നിങ്ങളുടെ വീട്ടുമുറ്റത്തായിരിക്കും. എൻ്റെ വീട്ടിൽ, എൻ്റെ അലമാരയിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ടവരുടെ ID കാർഡ് ഡീറ്റെയിൽസ് എങ്ങനെയാണ് അവർക്ക് ലഭിക്കുന്നത് എന്ന പലരുടെയും ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയത് രാജ്യത്തിൻ്റെ ഓപ്പറേഷൻ ചക്ര എന്ന ദൗത്യത്തിലൂടെയാണ്. അതിലൂടെ പുറത്തു വന്നത് ഞെട്ടിക്കുന്ന ഒരുപാട് വിവരങ്ങൾ. അതിലേക്ക് പോവാം. കയറിപ്പോരും ചങ്ങായികളെ, ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. മണ്ണടിഞ്ഞു പോയവരുടെ ID ഉപയോഗിച്ച് ജീവിച്ചിരിക്കുന്നവരെ വഴിയാധാരമാക്കുന്ന ഈ ഡിജിറ്റൽ ക്രിമിനൽസ് ആരാണ്? നമ്മുടെ കണ്ണ് വെട്ടിച്ച് നമുക്ക് പ്രിയപ്പെട്ടവരുടെ ID കാർഡ് ഡീറ്റെയിൽസ് അവരെങ്ങനെയാണ് മോഷ്ടിക്കുന്നത്? ഇത് വെറുമൊരു കഥയല്ല, ഏതൊരു വീട്ടിലും 100% സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സൈബർ ഡെത്ത് ട്രാപ്പാണ്. ഒരു വ്യക്തി മരണപ്പെട്ടാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? ആശുപത്രിയിൽ നിന്നോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ചെന്നോ അവരുടെ ഒരു മരണ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുന്നു. എന്നാൽ 90% ആളുകളും അവരുടെ ID കാർഡുകൾ, അതായത് പാൻ കാർഡ്, ആധാർ കാർഡ്, ലൈസൻസ് എന്നിവയൊന്നും റദ്ദാക്കുന്നില്ല, ലോക്കാക്കുന്നില്ല. ഈ ഒരു വിടവ്, ഇതാണ് തട്ടിപ്പുകാരുടെ ഒന്നാമത്തെ ലക്ഷ്യം. ശ്മശാനങ്ങളിലെ ജീവനക്കാർ, പ്രാദേശിക ഹോസ്പിറ്റൽ ഡാറ്റാബേസുകൾ അല്ലെങ്കിൽ സർക്കാർ ഓഫീസുകളിലെ ഇൻഫർമേഷൻ ചോർച്ചകൾ എന്നിവയിലൂടെ ഇവർ മരണപ്പെട്ട ആളുകളുടെ പാൻ, ആധാർ നമ്പർ എന്നിവ വൻ തുകയ്ക്ക് വാങ്ങുന്നു.
സിസ്റ്റത്തിൽ നിന്നും റദ്ദാക്കപ്പെടാത്ത ആ ഐഡന്റിറ്റികളെ വേട്ടയാടാൻ ഈ തട്ടിപ്പ് സംഘങ്ങൾ ഉപയോഗിക്കുന്ന നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത എളുപ്പവഴികൾ ഒന്ന് വിശദീകരിക്കാം. ഒന്നാമതായി, പ്രാദേശിക ശ്മശാനങ്ങളിലെ ചില ജീവനക്കാരുമായും NGOകളുമായും ഇവർ രഹസ്യധാരണയിലെത്തുന്നു. ദിവസം തോറും സംസ്കരിക്കപ്പെടുന്ന ആളുകളുടെ അടിസ്ഥാന വിവരങ്ങൾ ഇവർ അതിവേഗം ചോർത്തിയെടുക്കുന്നു. ചില സ്വകാര്യ ആശുപത്രികളുടെയും പ്രാദേശിക ഓഫീസുകളുടെയും സെക്യൂരിറ്റി വൾണറബിലിറ്റീസ് മുതലെടുത്ത് അവരുടെ ഡാറ്റാബേസുകളിലേക്ക് ഇവർ തുളച്ചു കയറുന്നു. മൂന്നാമതായി, സർക്കാർ ലെവൽ ഡാറ്റ ലീക്കുകളിൽ നിന്നും ലേലത്തിൽ പിടിക്കുന്ന വിവരങ്ങൾ വൻ തുക കൊടുത്ത് ഡാർക്ക് വെബ് ഫോറങ്ങളിൽ നിന്നും ഇവർ വാങ്ങുന്നു. മരണപ്പെട്ടുപോയ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആധാർ നമ്പർ, പാൻ നമ്പർ, ലൈസൻസ് നമ്പർ, വിലാസം എന്നിവ ഡാർക്ക് വെബിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന പേരുകൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അൺക്ലെയിംഡ് ഡിജിറ്റൽ ഐഡന്റിറ്റീസ്, അതായത് ഉടമസ്ഥരില്ലാത്ത അല്ലെങ്കിൽ അനാഥരായ ഡിജിറ്റൽ ഐഡന്റിറ്റീസ്. ഇങ്ങനെ മരണപ്പെട്ടവരുടെ ID ഡീറ്റെയിൽസ് എടുത്ത് തട്ടിപ്പ് നടത്തുന്നതിനേക്കാളും എളുപ്പമല്ലേ ജീവിച്ചിരിക്കുന്നവരുടെ ID ഡീറ്റെയിൽസ് എടുക്കാൻ? എന്തുകൊണ്ട് അവരത് ചെയ്യുന്നില്ല എന്നായിരിക്കും ഒരുപാട് പേരുടെയും ചോദ്യം. അതിന് വളരെ എളുപ്പത്തിൽ മറുപടി പറയാം. ജീവിച്ചിരിക്കുന്നവരുടെ ID ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയാൽ അവിടെ പരാതിപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ മരണപ്പെട്ടവരുടെ അക്കൗണ്ട് ഉപയോഗിച്ച് കോടികളുടെ തട്ടിപ്പ് നടത്തിയാലും അത് പിടിക്കപ്പെടുന്നത് വരെ ഒരാളും അതറിയാനും പോകുന്നില്ല, ഒരു പരാതിയും അതേക്കുറിച്ച് വരാനും പോകുന്നില്ല. അപ്പോഴൊരു ചോദ്യമുണ്ട്. അതായത് ഈ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ഇപ്പോൾ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ട്രാൻസാക്ഷൻ നടന്നാൽ തന്നെ നമുക്കൊരു SMS എങ്കിലും വരും. അങ്ങനെയിരിക്കെ എങ്ങനെയാണ് ഈ കോടികളുടെ തട്ടിപ്പ് നടക്കുന്നത്? നമ്മുടെ ഒരു സംസ്കാരം അനുസരിച്ച് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ 1 വർഷത്തിനുള്ളിൽ തന്നെ അയാളുടെ അക്കൗണ്ടിൽ പണമുണ്ടെങ്കിൽ അത് നമ്മൾ ബന്ധുക്കൾ കാലിയാക്കാറുണ്ട്. പിന്നീട് ആ അക്കൗണ്ടിന് എന്ത് സംഭവിക്കുന്നു എന്ന് പോലും നമ്മൾ ചിന്തിക്കാറില്ല. പിന്നെ മരണപ്പെട്ടയാളുടെ ഫോൺ നമ്പർ റീചാർജ് ചെയ്ത് ഇപ്പോഴും കൊണ്ടു നടക്കുന്ന വളരെ ചെറിയ ശതമാനം ആളുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളവരെ പോലും ചിന്തിച്ച് മനസ്സിലാക്കിയാണ് ഈ തട്ടിപ്പുകാർ ഓരോ പദ്ധതിയും മുമ്പോട്ട് വയ്ക്കുന്നത്. അന്വേഷണത്തിൽ കണ്ടെത്തിയ ഒരു കാര്യം, ID ലഭിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ആദ്യപടി ഗോസ്റ്റ് സിം ഉണ്ടാക്കുക എന്നതാണ്. ഇവിടെയാണ് ഇവർ ടെലികോം മേഖലയിലെ വിടവുകൾ ഉപയോഗിക്കുന്നത്. ഈ തട്ടിപ്പുകാർ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ചില വ്യാജ അല്ലെങ്കിൽ അഴിമതിക്കാരായ ടെലികോം റീറ്റെയിലർ ഏജന്റുകളുമായി കൂട്ടുപിടിക്കുന്നു. മണ്ണടിഞ്ഞുപോയ മനുഷ്യരുടെ ID കാർഡുകൾ ഉപയോഗിച്ച് ഒന്നുകിൽ പഴയ സിം കാർഡ് ലോസ്റ്റ് ആണെന്ന് കാണിച്ച് ഒരു വ്യാജ ഡ്യൂപ്ലിക്കേറ്റ് സിം എടുക്കുന്നു. അതല്ല എങ്കിൽ അതേ വിവരങ്ങൾ ഉപയോഗിച്ച് തികച്ചും പുതിയൊരു പ്രീപെയ്ഡ് സിം കാർഡ് ആക്ടിവേറ്റ് ചെയ്യുന്നു. ഒരു വ്യക്തിയുടെ മരണശേഷവും അതേ സിം കാർഡ് ഉപയോഗിക്കുന്ന ചില ബന്ധുക്കളുണ്ട്. അത്തരം നമ്പറുകൾ അവർക്ക് കൃത്യമായി മനസ്സിലാക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി മറ്റൊരു പദ്ധതി അവർ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇനി സിം കാർഡ് ഉപയോഗിക്കാത്തവരുടെ കാര്യമാണെങ്കിലാണ് ഇതേപോലെ അവർ ഡ്യൂപ്ലിക്കേറ്റ് സിം ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ ക്രൈമിനെ ഏറ്റവും കൂടുതൽ അപകടകരമാക്കുന്നത്. പുതുതായി സൃഷ്ടിക്കുന്ന അക്കൗണ്ടിൽ നിന്നും വരുന്ന ബാങ്കിൻ്റെ OTPകൾ, പോലീസ് അയക്കുന്ന OTPകൾ, IT മേഖലയിൽ നിന്നും വരുന്ന സുരക്ഷാ സന്ദേശങ്ങൾ എന്നിവയെല്ലാം ചെന്നെത്തുന്നത് ഈ പ്രോക്സി സിമ്മിലാണ്. അതെല്ലാം കാണുന്നത് തട്ടിപ്പുകാരൻ്റെ ഫോണിലുമായിരിക്കും. ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു ബാങ്കിൽ പോയി ഒരു ബാങ്ക് അക്കൗണ്ട് സൃഷ്ടിക്കാൻ തന്നെ ഒരുപാട് നൂലാമാലകളിലൂടെ കടന്നു പോകണം. അങ്ങനെയിരിക്കെ മരണപ്പെട്ട ഒരു മനുഷ്യന് എങ്ങനെയാണ് ഒരു ബാങ്ക് അക്കൗണ്ട് സൃഷ്ടിക്കാൻ പറ്റുന്നത് എന്നാണോ? എന്നാൽ ഇപ്പോഴത്തെ ടെക്നോളജി അനുസരിച്ച് ഒരു ബാങ്കിൽ പോയി പുതിയൊരു അക്കൗണ്ട് സൃഷ്ടിക്കാൻ ഒരാൾ നേരിട്ട് പോകണം എന്ന് പോലുമില്ല. അതിന് ഒരു വീഡിയോ KYC മാത്രം മതി. അങ്ങനെ വീഡിയോ KYCയിലൂടെ മിനിറ്റുകൾ കൊണ്ട് ഒരാൾക്ക്, മരണപ്പെട്ടു പോയ ഒരാൾക്ക് പോലും ഒരു ബാങ്ക് അക്കൗണ്ട് സൃഷ്ടിക്കാം. ബാങ്കുകൾ ആവശ്യപ്പെടുന്ന ഒരു പ്രധാന സെക്യൂരിറ്റിയായി വരുന്നത് ലൈവ്നെസ് ഡിറ്റക്ഷനാണ്. അതായത് ക്യാമറയ്ക്ക് മുമ്പിൽ ഇരിക്കുന്നയാൾ ജീവനുള്ളയാളാണോ എന്ന് ഉറപ്പിക്കാൻ തലതിരിക്കാനും കണ്ണു ചിമ്മാനും ആവശ്യപ്പെടുന്ന ഒരു സിസ്റ്റം. ഈ സുരക്ഷാ ഭിത്തിയെ തട്ടിപ്പുകാർ തകർക്കുന്നത് AI ഡീപ്പ് ഫേക്ക് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ്. മരണപ്പെട്ടയാളുടെ പഴയൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ഫോട്ടോയോ ഉപയോഗിച്ച് അവർ ഒരു 3D AI മോഡൽ ഉണ്ടാക്കുന്നു. ബാങ്കിൻ്റെ വീഡിയോ KYC ക്യാമറയ്ക്ക് മുമ്പിൽ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരു കൃത്രിമ രൂപത്തെ കൊണ്ട് കണ്ണ് ചിമ്മിക്കുകയും തല തിരിക്കുകയും ചെയ്യിക്കുന്നു. സിസ്റ്റം ഇതൊരു യഥാർത്ഥ മനുഷ്യനാണ് എന്ന് തെറ്റിദ്ധരിച്ച് അക്കൗണ്ട് അപ്രൂവ് ചെയ്യുന്നു. ഇത്തരം അക്കൗണ്ടുകളെ ഡിജിറ്റൽ ലോകത്ത് മ്യൂൾ അക്കൗണ്ട്സ് അഥവാ വാടക അക്കൗണ്ട്സ് എന്നാണ് പറയപ്പെടുന്നത്.
ഡിജിറ്റൽ അറസ്റ്റ് പോലുള്ള സ്കാമുകളിലൂടെ ലഭിക്കുന്ന കോടിക്കണക്കിന് പണം ആദ്യമായി ചെന്നെത്തുന്നത് ഇത്തരത്തിലുള്ള മ്യൂൾ അക്കൗണ്ട്സിലായിരിക്കും. എന്തെങ്കിലും ഒരു പരാതി ലഭിച്ച് പോലീസ് അന്വേഷിച്ചെത്തുമ്പോഴേക്കും ഈ അക്കൗണ്ടുകളിൽ നിന്നും 100 കണക്കിന് മറ്റ് അക്കൗണ്ടുകളിലേക്ക് ഈ പണം ഡിവൈഡ് ചെയ്ത് ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അതെ, മരണപ്പെട്ടവരുടെ ID ഉപയോഗിച്ച് മ്യൂൾ അക്കൗണ്ട് സൃഷ്ടിക്കുന്നു. അതിലേക്ക് കോടിക്കണക്കിന് പണം വന്നെത്തുന്നു. ഇനി ആ പണം അവരുടെ സ്വന്തം കയ്യിലേക്ക് വന്നെത്താൻ അവരെന്താണ് ചെയ്യേണ്ടത്? സ്വാഭാവികമായും അങ്ങനൊരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാവും. കാരണം ഇത് ഇന്ത്യയാണ്. ഇന്ത്യയിലെ സിസ്റ്റം അനുസരിച്ച് ഇത്രയും വലിയൊരു എമൗണ്ട്, ഇത്രയും കോടിക്കണക്കിന് എമൗണ്ട് ഒരു അക്കൗണ്ടിൽ നിന്നും ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ആ അക്കൗണ്ടിനെ മരവിപ്പിക്കും. അത്തരം സാഹചര്യങ്ങളിൽ ഇവർ ഉപയോഗിക്കുന്ന ഇവരുടെ മാസ്റ്റർ സ്ട്രോക്ക് ഐഡിയയാണ് ഗ്ലോബൽ ക്രിപ്റ്റോ ലോണ്ടറിങ്. മരിച്ചയാളുടെ അക്കൗണ്ടിൽ പണമെത്തി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇവർ വിവിധ P2P ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾ വഴി ആ ഇന്ത്യൻ റുപ്പിയെ USDT പോലുള്ള അന്താരാഷ്ട്ര ഡിജിറ്റൽ സ്റ്റേബിൾ കോയിനുകളാക്കി മാറ്റുന്നു. ഇന്ത്യൻ ബാങ്കിംഗ് സിസ്റ്റത്തിന്റെ നിരീക്ഷണ വലയത്തിൽ നിന്നും പണം പൂർണ്ണമായും പുറത്തു പോകും. യാതൊരുവിധ ഔദ്യോഗിക രേഖയുമില്ലാതെ ഡിജിറ്റൽ വാലറ്റുകളിലേക്ക് ആ തുക ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യും. ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ ഈ കോടിക്കണക്കിന് രൂപ ചെന്നെത്തുന്നത് എവിടേക്കാണെന്നറിയാമോ? തെക്കൻ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളായ കംബോഡിയ, തായ്ലാൻഡ്, മ്യാൻമാർ അതിർത്തികളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചൈനീസ് അധോലോക സിൻഡിക്കേറ്റുകൾ നിയന്ത്രിക്കുന്ന വൻകിട തട്ടിപ്പ് കോമ്പൗണ്ടുകളിലെ ക്രിപ്റ്റോ വാലറ്റുകളിലേക്ക്. അവിടെ എത്തുന്നതോടെ പണം പോയ വഴി പിന്നെ കാണില്ല. പോലീസും EDയും IP-യും ഡാറ്റയും കണ്ടെത്തി ചെന്നെത്തുമ്പോൾ കാണുന്നത് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ മുഖമായിരിക്കില്ല. വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഒരു വ്യക്തിയുടെ പേരും വിലാസവുമായിരിക്കും. ടെക്നോളജിയിലൂടെ ഒരു പുകമറ സൃഷ്ടിച്ച് സാധാരണക്കാരനെ സമാധാനത്തോടെ മരിക്കാൻ പോലും സമ്മതിക്കാത്ത ഈ തട്ടിപ്പുകാരെ കണ്ടെത്തുന്നത് CBIയുടെയും ഡൽഹി പോലീസിൻ്റെയും ചേർന്നുള്ള പ്രവർത്തനമായ ഓപ്പറേഷൻ ചക്ര എന്ന ദൗത്യത്തിലൂടെയാണ്. അതിലൂടെ കണ്ടെത്തിയതാണ് ഈ ഞെട്ടിക്കുന്ന ക്രൈം. എന്നാൽ അവർ പറയുന്ന അനുസരിച്ച് ആ തട്ടിപ്പുകാരിൽ 1% താഴെ മാത്രമാണ് അറസ്റ്റിലായത്. ഇതിൽ നിന്നും നിങ്ങളുടെ കുടുംബത്തെയും സാമ്പത്തിക ഭദ്രതയെയും എങ്ങനെ സംരക്ഷിക്കാം? 3 കാര്യങ്ങൾ ഉടൻ ചെയ്യുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഉടൻ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനീ പറയുന്നത്. കുടുംബത്തിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ ഇൻകം ടാക്സ് പോർട്ടൽ വഴി അവരുടെ പാൻ കാർഡ് ഉടനെ സറണ്ടർ ചെയ്യുക. മരിച്ചവരുടെയോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന നിങ്ങളുടെയോ ആധാർ കാർഡ് UIDAI പോർട്ടൽ വഴി ഇമ്മീഡിയറ്റായി ലോക്ക് ചെയ്യുക. അത്യാവശ്യമെങ്കിൽ മാത്രം അൺലോക്ക് ചെയ്യുക. നിങ്ങളുടെയോ മരണപ്പെട്ടവരുടെയോ പേരിൽ അറിയപ്പെടാത്ത സിമ്മുകളുണ്ടോ എന്നറിയാൻ കേന്ദ്ര സർക്കാരിൻ്റെ TAFCOP.shakti.gov.in എന്ന പോർട്ടൽ പരിശോധിച്ച് ആവശ്യമില്ലാത്ത നമ്പറുകൾ ബ്ലോക്ക് ചെയ്യുക. ഏതെങ്കിലും രീതിയിൽ നിങ്ങളൊരു സാമ്പത്തിക തട്ടിപ്പിന് ഇരയായി എന്ന് വിചാരിക്കുക. ആദ്യത്തെ ഗോൾഡൻ അവറിൽ തന്നെ, ആദ്യത്തെ 1 മണിക്കൂറിൽ തന്നെ പരാതിപ്പെടുക. 1930 എന്ന നമ്പറിലോ അല്ലെങ്കിൽ cybercrime.gov.in എന്ന വെബ്സൈറ്റിലോ പരാതിപ്പെടുക. അവർ നമുക്ക് ചുറ്റുമുണ്ട്, മരണപ്പെട്ടവരുടെ ശരീരത്തെ നോക്കി വെള്ളമുറക്കുന്ന കഴുകന്മാരെ പോലെ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ.